ഹായ് നമസ്കാരം. നമ്മളിന്ന് വണ്ണപ്പുറത്തുള്ള നമ്പിയോർമ്മ കൺവെൻഷൻ സെൻ്ററാണ്. ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്തുന്ന ഒരു പരിപാടി നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നാണ് 18-ാം തീയതി നമ്മുടെ നമ്പിയോർമ്മ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു പരിപാടിയാണെന്നാണ് നമ്മൾ അന്വേഷിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ റാണച്ചേട്ടനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എഫോർട്ട് എടുത്തത്. നമ്മൾ ഈ ഒരു വെന്യൂ ഇവർക്ക് വേണ്ടി മൊത്തത്തിൽ നമ്മൾ കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മനസ്സ് കാണിച്ച റാണച്ചേട്ടനെ നമ്മൾ കാണാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് തൊടുപുഴയിലും നമ്മുടെ സമീപ പ്രദേശത്തും വണ്ണപ്പുറത്തും ഉൾപ്പെടെ ഒരുപാട് ആളുകളുടെ ഒരു പ്രാതിനിധ്യം നമുക്കിവിടെ ഉണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഭിന്നശേഷി വധൂവരന്മാരെ അവർക്ക് കല്യാണത്തിന് അല്ലെങ്കിൽ പാർട്ട്ണറെ കിട്ടാത്തൊരു സാഹചര്യങ്ങൾ ഒരുപാടായിട്ട് നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഇവരായിട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ഒരുപാട് ആളുകൾ അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മൾ ഈ റാണച്ചേട്ടൻ അതിന് മുന്നിലേക്ക് വരികയും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ റാണച്ചേട്ടൻ എന്തായാലും പ്രൗഡ്. കാരണം വെച്ചാൽ നമ്മളൊപ്പം എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് റാണച്ചേട്ടൻ. അപ്പം റാണച്ചേട്ടൻ അതിലേക്ക് 2 വാക്ക് നമ്മൾ പ്രേക്ഷകരോട്. എനിക്ക് ഈ പ്രോഗ്രാം ഒരു സുഹൃത്ത് മുഖേനയാണ് ഈ സംഘടന എന്നോട് ബന്ധപ്പെടുന്നത്. അപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞതൊരു വളരെയധികം വേദികൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവർക്ക് വേദികളൊന്നും കിട്ടിയില്ല. ഇങ്ങനെയുള്ളവരുടെ പരിപാടി അവർക്ക് പരിമിതമായ ഫണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം എന്നെ സമീപിക്കുകയുണ്ടായി. ഞാനപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾ പ്രോഗ്രാം ചെയ്യണം. ഇവിടെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. അപ്പം ഭിന്നശേഷിയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരൊക്കെ സമൂഹത്തിന് ഭാഗം തന്നെയാണ്. എല്ലാവർക്കും ഉപകരിക്കണം, നല്ലൊരു ജീവിതം ഉണ്ടാവണം നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ള സംഘടനകൾ എല്ലാവരും മുന്നോട്ട് വരണം. എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ സാധിച്ച് ഇന്നേ വരെ ഈ ഓഡിറ്റോറിയമായിട്ട് സഹകരിച്ച വ്യക്തികളുടെ സഹായം കൊണ്ട് മാത്രമാണ്. അവരുടെ കുടുംബങ്ങളൊക്കെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദിയുള്ള ആശംസ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കണ്ടുപോകാം. ആരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചടങ്ങുകൾ. അപ്പോൾ ഈ ഒരു ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം MLA PJ ജോസഫ് അവറുകളാണ്. അതുപോലെ ഒരുപാട് വിശിഷ്ട വ്യക്തികളും ഈ ഫൗണ്ടേഷൻ്റെ ഓർഗനൈസേഷനായുള്ള മെമ്പേഴ്സും ഒരുപാട് ഗസ്റ്റുകളും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വധൂവരന്മാർ അവരുടെ ഫാമിലീസും ഒക്കെ വന്നിട്ടുണ്ട്. ആ വിശേഷങ്ങളൊന്ന് കണ്ടുപോക്കിയാലോ. അപ്പോൾ വായിക്കും. വർക്കല 36 വയസ്സാണ്. എൻ്റെ വീട് സ്വന്തമായിട്ടുണ്ട്. പള്ളിയിൽ ഇതൊക്കെ ബിസിനസ്സാണ്. അപ്പോൾ അനുയോജ്യരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിനൊരു നല്ലൊരു പെൺകുട്ടിയെ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നത്. ഞാൻ BA ഫൈനാൻസ് പാസ്സായതാണ്. ഇപ്പോൾ കളമശ്ശേരി SCMS കോളേജിൽ ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്ത് 17 വർഷമായിട്ട്. എനിക്ക് 34 വയസ്സുണ്ട്. ഞാൻ ജന്മന അന്ധനായ വ്യക്തിയാണ്. വേറെ ഡിമാൻഡ്സൊന്നുമില്ല. ഞാൻ അന്ധനായതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു വൈകല്യമുള്ള ഞാൻ കുറഞ്ഞെങ്കിലും വേറെ കുറവുകളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു വേദി ഒരുക്കിയ സ്നേഹസാന്ദ്ര ട്രസ്റ്റിനെ അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ കൊച്ചിൻ്റെ പേര് സനോജാണ്. എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ്. എനിക്ക് സനോജിനെ പേഴ്സണലി അറിയാം. നല്ല എഫോർട്ട് എടുക്കുന്ന ഒരു പയ്യൻ തന്നെയാണ്. നമ്മുടെ വണ്ണപ്പുറത്ത് തന്നെ ഒരുപാട് എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ആയി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ്. അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇതിനകത്ത് ആർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഞാൻ എൻ്റെ ഗ്യാരണ്ടിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ കേട്ടോ. സംഘടനല്ല ഇവിടെ വരെ എത്തിച്ചില്ലേ, ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തില്ലേ. അപ്പൊ അതിന് സന്തോഷ കണ്ണീരാണ്. ഈ കണ്ണീരാണ് ഞങ്ങളുടെ ബലം. 2 വയസ്സുള്ളപ്പം
കൊണ്ടാണ് ഞങ്ങളാണ് നോക്കുന്നത്. അവൻ്റെ എല്ലാ കഴിവുകളും ഞങ്ങളാണ് നോക്കുന്നത്. അവൻ്റെ ഞങ്ങൾ ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിപ്പിച്ച് അവർ നല്ല പെണ്ണ് കുടുംബത്തിലിരിക്കണം. അവരെ ചോറും കറി ഉണ്ടാക്കി വീട്ടിലിരുന്നാൽ മതി. എൻ്റെ വീട് അയ്യമ്പുഴ മലയാറ്റൂരാണ്. ഞാനിപ്പോൾ PhD ചെയ്യുന്നു. ഞാൻ MBA കഴിഞ്ഞ് 1 year ബാംഗ്ലൂർ വർക്ക് ചെയ്തു. ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ. ഞാൻ ഒട്ടും കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. വീട്ടിൽ 10 ഞങ്ങളെ 2 ചേച്ചിമാരാണ്. എൻ്റെ മാരീഡാണ്. ഞാൻ നോക്കുന്നത് ഇപ്പോൾ മാനേജബിൾ ആയിട്ടുള്ള, ഞാൻ ഒട്ടും കാഴ്ചയില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആശംസിക്കുന്നതിന് വേണ്ടി മനോഹരമാണ്. ഈ ഭിന്നശേഷി മഹാസംഗമത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സ്നേഹസാധന ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേരാൻ എത്തിയിട്ടുള്ള മുൻമന്ത്രിയും തൊടുപുഴ MLA-യുമായ ബഹുമാനായ ശ്രീ PJ ജോസഫ് സാർ, മുഖ്യ പ്രഭാഷണം നൽകുന്ന സ്നേഹസംഗമ ഫൗണ്ടേഷന്റെ ട്രസ്റ്റിയായിട്ടുള്ള ആരിഫ മുഹമ്മദ്, സ്വാഗതം ആശംസ അർപ്പിക്കുവാൻ ചേർന്ന മണ്ഡപം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അങ്കൽ, അദ്ദേഹങ്ങളുടെ എത്തിച്ചേരും. മുഖ്യ പ്രഭാഷണം നടത്തുന്ന സ്നേഹസമാധാന ട്രസ്റ്റിന്റെ ട്രസ്റ്റിയും ഈ പ്രോഗ്രാമിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി അക്ഷീണ പ്രയത്നം നടത്തി ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കുന്ന പ്രിയപ്പെട്ട ബീന വിക്കി, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന വണ്ടപ്പുറം ദിവാസിദ് ഇമാം ജലീൽ ഫൈസി, സിനിമ ആക്ട്രസ് ശ്രീമതി സിറ്റി, നമ്പ്യാപുരം കൺവെൻഷൻ സെന്ററിന്റെ ശ്രീ റാണ, ശ്രീ സതീഷ്, വീരേന്ദ്ര, ഹുസൈൻ, സൈനലി, ശ്രീമതി മുഫീദ, ശ്രീമതി ഹുസൈഫ മജീദ്, ശ്രീ ബേബി, വേദിയിലുള്ള ഗബീർ അഹമ്മദ്, അബ്ദുൽ അസീസ്, സുന്ദര സാഹിബ്, ഷംസുദ്ദീൻ അൻവാരി, CPL-ന്റെ ഏരിയ സെക്രട്ടറി ജോഷി സാർ. ഇതിൻ്റെ ആദ്യം മുതൽ ഓടി നടന്ന വ്യക്തി ഞാനും ഷംസുദ്ദീനും സുരീഷുമാണ്. അപ്പോൾ ഞങ്ങൾക്കാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ, അതായത് ഞങ്ങളൊരു മരമാണെങ്കിൽ അതിൻ്റെ ഇലകളായും വേരുകളായും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളുടെ സ്നേഹസമാന ഫൗണ്ടേഷൻ്റെ എല്ലാ വോളണ്ടിയേഴ്സും. ദൈവത്തിൻ്റെ സൃഷ്ടിയാൽ മഹനീയമാക്കപ്പെട്ട, അതായത് ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചപ്പോൾ കുറവുകളോടെയാണ് സൃഷ്ടിച്ചതെങ്കിൽ അത് നിറവുകളാക്കി മാറ്റി ഇവിടം വരെ എത്തിയിരിക്കുന്ന പൊൻതൂവലുകളായ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ വിജയമായ എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ മക്കള് എന്നൊക്കെയാണ് ഞാൻ നിങ്ങളെ വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും സ്നേഹസ്വാമന ഫൗണ്ടേഷന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ ഏത് കാര്യത്തിന് വേണ്ടിയും ഞങ്ങളുടെ മാനേജിംഗ് ട്രസ്റ്റിയാണെങ്കിലും അദ്ദേഹം പോളിയോ വന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ വീൽചെയറിലാണ്. എന്നിരുന്നാലും ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആഹോരാത്രം പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഗവൺമെന്റിന്റെ വാങ്ങിച്ച് അതുപോലെ തന്നെ 20% ഭിന്നശേഷിക്കാർക്ക് സംവരണം വാങ്ങിക്കൊടുത്ത് നിങ്ങളെല്ലാം ഗവൺമെന്റ് ജോലി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പുറകിൽ ആത്മാർത്ഥമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. പിന്നെ ഈ ബിൽഡിങ്ങിൽ ഞാൻ ഈ ബിൽഡിങ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇത്രയും മനോഹരമായ ഒരു ബിൽഡിംഗ് ഈ സ്ഥലത്ത് തന്നെ തന്ന റാണയെ സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധമായ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു വധുവിനെ നല്ലൊരു വരനെ കിട്ടട്ടെ എന്ന് ഞാൻ അധ്യക്ഷ പ്രസിഡന്റായി ഈ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രഷറർ നാസർ ഖാനെ ആദരപൂർവ്വം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. കേരളത്തിലെ 21 വിഭാഗം ഭിന്നശേഷിക്കാരെ ഒരു പ്ലാറ്റ്ഫോമിൽ ഓർത്തിണക്കിക്കൊണ്ട് ഭിന്നശേഷിക്കാരുടെ ശബ്ദം എന്ന പേരിൽ ഒരു
ഓർഗനൈസേഷൻ കേരളത്തിൽ പ്രവർത്തിക്കേണ്ട 14 ജില്ലകളിലുമായിട്ട് ഞാൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. എൻ്റെ പേര് നാസിർ മണി. നമ്മൾ ഭിന്നശേഷി സമൂഹത്തിൻ്റെ ഉന്നമനത്തിൻ്റെ അവകാശത്തിനു വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നിയമയുദ്ധങ്ങളൊന്നും നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് കഴിഞ്ഞ 2001 തന്നെ ആലോചിക്കുകയും എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് കേരളത്തിൽ ആദ്യമായി ഒരു പ്രീ മാരേജ് മീറ്റിംഗ് ഭിന്നശേഷി സഹോദരന്മാർക്ക് ഇടകളെ കണ്ടെത്താനുള്ള ഒരു മീറ്റ് അറേഞ്ച് ചെയ്യുകയും അത് വൻപിച്ച വിജയമാവുകയും അന്ന് അവിടെ 30ഓളം ആളുകൾക്ക് അതിനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും വിവിധ ഗ്രൂപ്പുകളായിട്ട് യോജിച്ച് നമ്മളിത് നടത്തി വരുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഏകദേശം ഇപ്പോൾ 6ാമത്തെ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഇനി പാലക്കാട്, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ഇത്രയും സ്ഥലങ്ങളിൽ കൂടി ഇത്തരം ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് അവിടുത്തെ സന്മനസ്സുള്ള ഒരുപാട് നല്ലവരായ ആളുകൾ തയ്യാറായിട്ടുണ്ട്, നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു സൗകര്യവും നമുക്കിവിടെ ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ഈ റാണ സാഹിബ് മാത്രവുമല്ല ഇതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി തന്ന ഈ ഇതിൻ്റെ ഒരു വ്യവസായ ഗ്രൂപ്പാണ് നമുക്ക് സംവിധാനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബെട്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD വീരനേട്ട മണിപ്രഭു, അദ്ദേഹവും നമ്മളോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭിന്നശേഷി സമൂഹത്തിൽ ഒരു 20% ആളുകൾക്കും നല്ല സപ്പോർട്ട് ഫാമിലിയിൽ നിന്നുണ്ടാവും. എന്നാൽ ബാക്കി ഒരു 80% ആളുകൾക്കും അതെവിടെയെങ്കിലും ജീവിച്ചോ ഒരു വയറിലൊക്കെ കഴിയുള്ളൂ. ആദ്യ കാര്യം നമ്മൾ നോക്കേണ്ടത് ഒരു വസ്തു വിഭജനമായാലും ഒരു ജീവിത മാർഗമായാലും ഒക്കെ പല രീതിയിലുള്ള അഭിപ്രായം. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ സഹോദരങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഈ വിവാഹത്തിന്റെ ഒരു ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയൊക്കെ കുറെ കാലം മുമ്പ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മുടെ നിയമങ്ങളെല്ലാം ശക്തമായി. ആദ്യം PWD ആക്ട് 96 ജനുവരി 1 മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. 2016 മുതൽ PWD ആക്ട് പ്രാബല്യത്തിൽ വന്നു. അപ്പൊ ആക്ഷേപ വാക്ക് ഉപയോഗിച്ചപ്പോൾ 2 വർഷം തടവും 50,000 പിഴയ്ക്കുള്ള അത്രയ്ക്കും സംവിധാനത്തിലോട്ട് എത്തിക്കഴിഞ്ഞു നമ്മൾ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബിന്ദു മേഡം നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സാമൂഹിക നീക്കവും മന്ത്രിമാരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭിന്നശേഷിക്കാരുടെ വിഷയത്തെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഒരു നല്ല വശമാണ്. അപ്പത്തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും കൊടുത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്, അതുപോലെ സപ്പോർട്ട് പലരും നമ്മൾക്ക് തന്നു തുടങ്ങി. ഒരു സമയത്ത് ഇലക്ഷൻ മാത്രം നമ്മളെ കാണുമ്പോൾ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നവരൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ കൊണ്ട് നടക്കാനും തുടങ്ങി. കാരണം പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നമ്മുടെ ശബ്ദം അനിവാര്യമാണ് എന്ന് കണ്ടപ്പോൾ, അതിനുവേണ്ടി നമ്മൾ നിയമപോരാട്ടങ്ങൾ തുടങ്ങി എന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ഭിന്നശേഷി സംഘടനകൾക്ക് രൂപം കൊടുത്തു. അവരും അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് വന്നു. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ്. പക്ഷെ എല്ലാവരും പിന്നിലോട്ട് പോകുന്ന ഒരു വിഷയമാണ് ഒരു ഇണയെ നമുക്ക് ഉണ്ടാക്കി തരിക, അതായത് ഒരു ഇണയെ ചേർത്ത് തരിക എന്നുള്ളത്. അവിടെ വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ യാതൊരു കാരണവശാലും നമുക്കത് പ്രാബല്യത്തിലാക്കാൻ കഴിയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 മക്കളുടെ പിതാവും 3 മക്കളുടെ വല്യപ്പായും. അപ്പോ അത് സമയാസമയങ്ങളിൽ അത്തരം ഒരു സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരം ഒരു ഇണയെ ചേർത്ത് നിർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക എന്നുള്ളത് നമ്മുടെ കുടുംബക്കാരുടെയും ഉത്തരവാദിത്വമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പല സ്ഥലങ്ങളിൽ അത്തരമൊരു ചിന്ത തന്നെയില്ല. പല സ്ഥലത്തും പല വീടുകളിലും ഒക്കെ ഞങ്ങൾ പോയി സംസാരിക്കുമ്പോൾ ഗുണന്ത ന്യായങ്ങൾ പറഞ്ഞ് അത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഞങ്ങളൊരു വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹാവശ്യം, അത് ഗവൺമെന്റ് ജോലിയുണ്ട്. ഗവൺമെന്റ് ജോലി കിട്ടിയ ഒരു ലേഡിയെടുത്ത് അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ഒരു വയറിലൊക്കെ കഴിയുള്ളൂ എന്ന് പറയും. അപ്പൊ അതിന് കൃത്യമായ മറുപടിയൊക്കെ ഞാൻ കൊടുത്തു. ആ വിവാഹം നടക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഒരുക്കി വന്നാലാണ് നമുക്കത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചാൽ മാത്രമേ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടാക്കി. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ വോളണ്ടിയേഴ്സ് ഒരുപാട് പണിയുണ്ട്.
കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോ ഈ ഹോളിൻ്റെ MD തന്നെ നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ വൈറലായി ഏതാണ്ട് 4-5 ലക്ഷം പേരോടെ കണ്ടു. ഒരുപാട് 260 എൻക്വയറി ഉണ്ടായി. ഓൾറെഡി ഇപ്പോൾ ഓരോരുത്തർ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദൂരമുള്ള ഏരിയയിലുള്ളവരുടെ യാത്രയിലാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും സംവിധാനത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളെ ഇടയെ തേടി അതിനുള്ള ഒരു കണ്ടെത്തലാണ് നമ്മളിവിടെ വെച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു സംവിധാനവും സൗകര്യങ്ങളും ലഭിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത്, മാത്രമല്ല നമ്മളുടെ ഈ പദ്ധതി ഇതിന്റെ വീഡിയോയൊക്കെ കണ്ടപ്പോൾ ഒരു അറിയപ്പെടുന്ന അക്ഷര മുറ്റം എന്ന് അറിയപ്പെടുന്ന, അതായത് എഴുത്തിലിരിക്കുന്ന പരമ്പരാഗതമായിട്ട് ഒരു 4-5 നൂറ്റാണ്ടായിട്ട് അവരുടെ കുടുംബത്താണ് എഴുത്തിലിരിക്കുന്നത്. അക്ഷരമുറ്റത്തെ ഏറ്റവും വലിയൊരു അധ്യാപകൻ നമ്മളുടെ ഈ പ്രോഗ്രാം പാലക്കാട് സ്പോൺസർ ചെയ്യാനും നമ്മുടെ ഈ പ്രോഗ്രാമിൽ നല്ല വിവാഹം സെലക്ട് ആവുന്നവരുടെ അത്യാവശ്യം സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു തരാമെന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട്. കൂടാണ്ട് പല കാര്യങ്ങളും നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു അധ്യക്ഷ പ്രസംഗം പറഞ്ഞ് ഞാൻ കൂടുതൽ നേതൃത്വമൊന്നുമില്ല. കാരണം കുറേ ദൂരത്തിൽ നിന്നൊക്കെ വന്നവരുണ്ട്. ശാരീരിക വിഷമത്തിലായിട്ട് നിങ്ങളെ പോലെ നമുക്കറിയാവുന്നതാണ്. നമുക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ഇണയെ കിട്ടട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. ഫൗണ്ടേഷൻ്റെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ചേർന്നിരിക്കുന്ന, വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന രക്ഷകർത്താക്കളെ, നമ്മുടെ വധുവരന്മാരെ, ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്നേഹസാധന ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ സംഘടന, ചാരിറ്റി സംഘടന, നമ്മുടെ വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലെ വിവാഹ വധുവരന്മാരെ കണ്ടെത്തി അവർക്കൊരു വിവാഹം വഴിയാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇത് നമ്മൾ 6 പ്രാവശ്യമായിട്ട് നമ്മളിത് നടത്തുന്നത്, 6ാമത്തെ സംഗമമാണ് ഇന്നിവിടെ നടത്തുന്നത്. തൃശ്ശൂര്, താനൂര്, മലപ്പുറം, എറണാകുളം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നടത്തി. അവിടെയെല്ലാം നമുക്ക് നല്ല വിജയകരമായി തന്നെ ഇത് നടത്താനായിട്ട് സാധിച്ചു. ഒരുപാട് വധുവരന്മാർ അതിലൂടെ വരികയും ചെയ്തു. 240 വിവാഹങ്ങളാണ് ഈ 6 സംഗമങ്ങളിലൂടെ നമുക്ക് റെഡിയായത്. അതിൽ 195 വിവാഹങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. ബാക്കിയുള്ള കുട്ടികളുടെ വിവാഹങ്ങളുടെ ഡേറ്റൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ വിവാഹ സംഗമം നമ്മളിന്നിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളതിൽ നിന്നും നമ്മൾ ആദ്യം തന്നെ വധുവരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷൻ കഴിഞ്ഞു. അതിൽ കുറേയധികം വരന്മാരും അതുപോലെ തന്നെ പെൺകുട്ടികളും പരിചയപ്പെടുത്തി. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇന്നിവിടെ സെറ്റാകുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് അനൗൺസ് ചെയ്യും. അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ ഭിന്നശേഷിക്കാരായ രക്ഷകർത്താക്കളുടെ മാതാപിതാക്കൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പല വേദികളിലും ഞങ്ങൾ പല കുട്ടികളുടെയും വിവാഹം റെഡിയാകുമ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കൾ ഈ വേദിയിൽ നിന്ന് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. കാരണം അവരുടെ മക്കൾക്ക് ഒരു ഇണയെ കണ്ടെത്താനായിട്ട് നമ്മുടെ ചാരിറ്റി സംഘടനകൾക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമാണ്. അത് തന്നെയല്ല, നമ്മളുടെ കാലം കഴിഞ്ഞാൽ അവർക്കൊരു തുണയായിട്ടും ഇണയായിട്ടും അവർക്കൊരു ഇണയെ കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചതും അത് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനും നമുക്ക് നമ്മൾക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ ഇത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഭിന്നശേഷി സംഘത്തിന്റെ എല്ലാ പരിപാടികളും ചെയ്യുന്നതോടുകൂടി തന്നെ സ്നേഹസാധന ഫൗണ്ടേഷൻ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് എന്തെങ്കിലും തൊഴിലുകളൊക്കെ ചെയ്യുന്നതിനുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ തയ്യൽ കൃഷി, അതുപോലെ തന്നെ വിധവകളായ ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണ കിറ്റുകൾ, കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ, ഭിന്നശേഷിക്കാർക്കുള്ള വീൽചെയറുകൾ, അവർക്ക് വേണ്ടുന്ന മറ്റ് ഉപകരണങ്ങൾ, അതുപോലെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട രോഗികൾക്കുള്ള മരുന്നുകൾ, ഇതുപോലെ ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഞങ്ങൾ ആരുടെയും സഹായങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാനില്ലെങ്കിൽ പോലും മറ്റുള്ളവരോട് നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് തന്നെ സ്പോൺസർമാർ നമ്മളെ സമീപിക്കുന്നുണ്ട്. എന്തായാലും ഈ ഭിന്നശേഷി സംഗമം ഇടുക്കി ജില്ലയിൽ ഇവിടെ വെച്ച് ഇത് വളരെ ഭംഗിയായി നടത്തുന്നതിനായിട്ട് നമുക്കിവിടെ ഇതിനു വേണ്ടുന്ന വേദി ഒരുക്കി തന്ന റാണയെ നമുക്ക്
എത്ര അഭിനന്ദിച്ചാലും മതിയായില്ല. കാരണം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ഉള്ളിലായതുകൊണ്ട് നമുക്ക് എങ്ങനെയായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ കൺഫ്യൂഷനൊക്കെ ഞങ്ങൾക്ക് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരമുള്ള ആളുകളൊക്കെ ചേർന്നിട്ടുണ്ട്. കുറച്ച് പേര് യാത്രയിലാണ്. അവര് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുന്നത്ര വധുവരന്മാരെ ഞങ്ങളുടെ ഇവിടെ നിന്ന് സൃഷ്ടിക്കാനായിട്ട് കഴിയട്ടെ. അതിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പരസ്പരമുള്ള സഹായ സഹകരണം നമുക്ക് ഉണ്ടാകണം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ വധുവരന്മാരെ കൊണ്ടുവന്നിരിക്കുന്ന രക്ഷകർത്താക്കളെ നിങ്ങൾ വെറുതെ ഇരിക്കാതെ നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ കൂടെയുള്ള മക്കൾക്ക് പറ്റിയ ഇണകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരികയും അവരെ സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൗൺസിലിംഗ് കൊടുത്ത് മാതാപിതാക്കളുമായി ഒത്തുചേർന്ന് ഞങ്ങളത് ഈ വേദിയിൽ വെച്ച് അനൗൺസ് ചെയ്യും. അതിനായിട്ട് നിങ്ങളെ ഞങ്ങളുടെ വാളണ്ടിയേഴ്സ് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ 1-2 നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് വരും. ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഈ പരിപാടി നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. ഇനി നമ്മുടെ ഉദ്ഘാടന സെഷൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിവാഹ സംഘത്തിലുള്ള വധുവരന്മാരെ നമ്മൾ കണ്ടെത്തി അതുകൂടി അനൗൺസ് ചെയ്ത് ഈ തന്നെ മുഹൂർത്തം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായി റാണയെയും അതുപോലെ തന്നെ ഇതിനു വേണ്ടി എഫർട്ട് എടുത്ത് ഇത്രയും കാര്യങ്ങളുടെ ഓടി നടന്നതിന് ഞങ്ങളുടെ സംസ്ഥാന കോർഡിനേറ്റർ ഷംസുദ്ദീൻ അഡ്മാനെയും ഞങ്ങളുടെ മാനേജിംഗ് ട്രസ്റ്റിയായ നാസർ മണിയെയും ഭിന്നശേഷിക്കാരനാണ് സ്വീകരിച്ചിരിക്കുന്ന ആളാണ്. എന്നാൽ തന്റെ ഭിന്നശേഷിത്വം ഒരു കുറവായി കാണാതെ ഞങ്ങളുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇത് ഭംഗിയായി നടത്തുന്ന അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും പറയുന്നു. അതോടുകൂടി ഈ യോഗത്തിന്റെ ഇതിലോട്ട് എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി. അടുത്തതായി മണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് അറക്കൽ സാറിനെ ആദരവ്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ പ്രകൃതിയുടെ, മെഡിസിന്റെ, മനുഷ്യന്റെ ആർത്തിയുടെ എല്ലാം ഫലമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഇങ്ങനെയൊരു വേദിയിലിരിക്കുന്നത്. സൃഷ്ടിപരമായിട്ട് ജന്മങ്ങളുടെ ഭിന്നശേഷിക്കാരായതുകൊണ്ട് അതിന് മനുഷ്യർ ഉപയോഗിക്കുന്ന വളരെ അപകടകരമായ വിഷദ്രവ്യങ്ങൾ കാരണമായിട്ടുണ്ട്. നമുക്കറിയാം, കാസർഗോഡ് പോലെയുള്ള ഏരിയകളിൽ കശുമാവ് കഴിക്കുന്ന എൻഡോസൾഫാൻ പോലെയുള്ള കാരണങ്ങളുണ്ട് ഭിന്നശേഷിക്കാരെ സൃഷ്ടിക്കുന്നത്. ജന്മന ഭിന്നശേഷിക്കാരായതുകൊണ്ട് അപകടങ്ങൾ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ആയിത്തീർന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളാരും നിങ്ങളുടേതായ കാരണത്താൽ അല്ല ഈ അവസ്ഥയിലെത്തിയത്. പകരം അതിന് മറ്റെന്തെങ്കിലും കാരണമായിരിക്കും. ഭിന്നശേഷിക്കാരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിത വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ നമ്മൾ മറ്റു മനുഷ്യരെ പോലെ സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇതുപോലുള്ള ആധുനിക സംഘടനകൾ എന്നും എല്ലാ രീതിയിലുള്ള ആദരവും അർഹിക്കുന്നു. ഇവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള വിവാഹ കാര്യങ്ങളാണ് മുഖ്യമായിട്ട് നടക്കുന്നത്. ഭിന്നശേഷിക്കാരായ ജനങ്ങൾക്ക് കുടുംബജീവിതം അവർ അർഹിക്കുന്നുണ്ട്. അവർക്ക് പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ മറ്റു മനുഷ്യരെ പോലെ ജീവിക്കേണ്ടതുണ്ട്. അവരുടെയും കുട്ടികൾ ഇവിടെ വളരേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രയത്നിച്ച ഈ സാന്ത്വനം എന്ന് പറയുന്ന സംഘടനയെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാകുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹം മാത്രമല്ല, പല ആവശ്യങ്ങളുമുണ്ട്. ബെഡിലുള്ളവരുണ്ട്, ഭിന്നശേഷിക്കാർ, ജസ്റ്റ് നടക്കാവുന്നവരുണ്ട്, നടക്കുവാൻ കഴിയാതെ വീൽചെയറിൽ സഞ്ചരിക്കുവാൻ കഴിയുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സ്വന്തമായ കാര്യങ്ങൾ നോക്കുവാൻ കഴിയാത്തവരുണ്ട്. അവർക്കെല്ലാം എപ്പോഴും സമൂഹത്തിന്റെ താങ്ങും തണലും ആവശ്യമാണ്. അതുകൊണ്ട്
നമ്മൾ പ്രിയപ്പെട്ട അബ്ദുൾ സാറാണ്. സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉടമത്ത് എല്ലാ സഹായവും നിങ്ങളുണ്ടാവും. നിങ്ങളുടെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും ഭിന്നശേഷി കൊണ്ടുവരന്മാരെ കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യവുമായി ഇന്നിവിടെ ഈ വണ്ണപ്പുറത്ത് ഒരു മഹാസംഗമം നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന സ്നേഹസ്വാന്തന മാനേജിംഗ് ട്രസ്റ്റി ശ്രീ നാസർ മനയിൽ മഹനീയമായ ഈ ഒരു പ്രസ്ഥാനം വഴി എന്താണ് ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അനിയൻ അവരിപ്പോൾ ജീവിച്ചിട്ടില്ല. 2020 മരിച്ചുപോയി. 33-ാം വയസ്സിൽ ജന്മന അവനൊരു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയായിരുന്നു. അവന് ജനിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഒരു 8 വർഷത്തിൽ കൂടുതലൊന്നും അവന് ഡൗൺ സിൻഡ്രോമുള്ള കുട്ടിയായിരുന്നു. അവന് ഹാർട്ടിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അവൻ്റെ ശാരീരികമായ പരിമിതികൾ കാരണം നമുക്കൊരു സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഒരു 8-9 വയസ്സിൽ കൂടുതലൊന്നും ജീവിക്കത്തില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ജോകുട്ടൻ 33 വയസ്സ് വരെ വളരെ അത്ഭുതകരമായ രീതിയിൽ ഈ ലോകത്തിൽ ജീവിച്ചു. വീട്ടിൽ തന്നെയായിരുന്നു. അവന് ചെറുപ്പത്തിലൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഒരു ഭിന്നശേഷിക്കാരുടെ ഒരു കുട്ടിയായിരുന്നു. ഞങ്ങളുടെ ആരോട് അമ്മയ്ക്കറിയാമല്ലോ, നമ്മളൊരു ഗൈനക്കോളജിസ്റ്റായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഉണ്ടായത് 40 വയസ്സിന് മുകളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടാകുന്ന അവസ്ഥ ഇങ്ങനെ സാഹചര്യം ഉണ്ട് എന്ന് ഒക്കെ ടെസ്റ്റിന് വേണ്ടി മുംബൈയിലൊക്കെ പോയി. പക്ഷെ ദൈവത്തിൻ്റെ നിശ്ചയം വേണമെന്നായിരുന്നു. എന്നിട്ട് എന്തോ കാരണവശാൽ ടെസ്റ്റ് നടത്താൻ പറ്റിയില്ല. ഭ്രൂണത്തിൽ നടത്തുന്ന ടെസ്റ്റാണ്. അപ്പോൾ അവൻ ജനിച്ചു. അവൻ വീട്ടിൽ ഞങ്ങളുടെയൊക്കെ സഹോദരനായിട്ട് വളർന്നു വന്നു. അവൻ്റെ ഒരു വലിയ സാമ്രാജ്യമായിരുന്നു വീടെന്ന് പറയുന്നത്. ഒരു ഭിന്നശേഷി ഉള്ള ഒരു കുട്ടിയെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിമിതികൾ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ട പ്രത്യേക പരിഗണനയും കരുതലും ഒക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. ഏതൊക്കെ 33 വർഷം അവൻ സന്തോഷമായിട്ട് ഈ ലോകത്ത് ജീവിച്ചു. അവന് ഈ അവൻ്റെ രോഗാവസ്ഥയിലുള്ള കാരണങ്ങൾ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻ കൊണ്ട് തന്നെ 2020 അവൻ നമ്മളെല്ലാം യാത്രയാക്കിയിട്ട് പോയി. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ഒരു പുണ്യ ചടങ്ങ് ഈ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ്. ഈ പല വ്യക്തികൾക്കും സാധാരണക്കാർ ചിലപ്പോൾ നമ്മൾ എല്ലാ ദേശങ്ങളിലും ഉള്ള ഒരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് വ്യക്തികൾക്ക് എന്നുള്ളത് ചില കാര്യങ്ങളിൽ ഇവരുടെ ടാലന്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രതിഭകളുള്ളവരാണ്. ഇവരെ മുഖ്യധാരാ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ്. ഇവരെ സമൂഹത്തിന് ഒരു കാരണവശാല് പാർശ്വവൽക്കരിക്കപ്പെട്ട് പോകരുത്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സ്നേഹസമാധാനം പോലെയുള്ള ഫൗണ്ടേഷനുകൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഏറ്റവും അധികം കൂടുതൽ ദൈവാനുഗ്രഹം ഈ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാണിത്. ദൈവത്തിൻ്റെ ആ കരുണയുടെ ആ സ്നേഹത്തിൻ്റെ കരസ്പർശം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും ഇവരൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ചും പരസ്പരം സഹായിച്ചും എല്ലാ കാര്യങ്ങളും ഒരു സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വന്ന് ജീവിക്കുവാൻ ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊരു മഹാസംഗമം ഇവിടെ നടത്തുന്ന സ്നേഹസാന്ത്വനം ഫൗണ്ടേഷനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് നമുക്കറിയാം, നമ്മളെല്ലാവരും ജീവിതത്തിൽ വളരെയേറെ തിരക്കുകളുള്ളവരാണ്, പ്രാരാബ്ധങ്ങൾ ഉള്ളവരാണ്. നമ്മുടെ കുടുംബത്തിനെ എങ്ങനെ നേരം കൊടുത്താൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് അടുത്ത ദിവസം നേരം കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് എന്നുള്ള എത്തും പിടിയും കിട്ടാതെ ജീവിക്കുന്ന ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ
നമ്മുടെ സമൂഹത്തിലെ ഇതുപോലെയുള്ള ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും അവരുടെ വിലയേറിയ സമയവും അവരുടെ ഈ പറയുന്ന ഇവർക്ക് വേണ്ടുന്ന ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു പുണ്യ പ്രവൃത്തി തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വിവാഹിതരാകുന്ന ഈ മഹാസംഗമത്തിലെ എല്ലാ വധുവരന്മാർക്കും എൻ്റെ ആശംസകൾ നേരുന്നു, ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഈ ഒരു മഹാസംഗമം സംഘടിപ്പിച്ച സ്നേഹസമാധാന ഫൗണ്ടേഷനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ 2026 എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ വളർച്ചകളും പുതിയ പുതിയ തീരുമാനങ്ങളും ഉണ്ടാകുന്ന വർഷമായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജോസഫ് സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഭിന്നശേഷിക്കാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് തക്കതായ ഒരു വിനയെ കണ്ടെത്താൻ ഏറ്റവും മാത്രമാണ്. ഇതിനുവേണ്ടി മുൻകൈയിട്ട് പ്രവർത്തിക്കുന്ന സ്നേഹസമാധാന ഫൗണ്ടേഷൻ്റെ പ്രവർത്തക നേതാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 100ഓളം വിവാഹങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന് സംഘാടകർ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇതൊരു നല്ല മാധ്യമമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സംഗമത്തിൽ പങ്കെടുത്തതിന് ശേഷം ഈ
ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വിവാഹങ്ങൾ ഏറ്റവും വേഗം നടത്താൻ, മംഗളകരമായി നടത്താൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സത്യത്തിൽ ഭിന്നശേഷിക്കാരല്ല, അബ്ദുസാർ പറഞ്ഞതുപോലെ വിഭിന്ന ശേഷിക്കാരാണ് നിങ്ങളൊക്കെ. ഒരിക്കലും ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞ സങ്കടപ്പെടേണ്ടവരല്ല, ഭിന്നശേഷിയുള്ളവരാണ്. സാധാരണക്കാരെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പരിമിതികളുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അതിവൈദഗ്ധ്യമുള്ളവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ താഴെ ഇരിക്കുന്ന ആളുകളെന്ന് അഭിമാനത്തോടുകൂടി ഞാൻ പറയാം. അത് ആസിഫ് വെളിമണ്ണ നാളെ കേട്ടിട്ടുണ്ടോ? ആസിഫ് വെളിമണ്ണ കേട്ടിട്ടുണ്ടോ? കേട്ടുള്ളത് ആസിഫ് വെളിമണ്ണ കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ടാൽ കാണാൻ കഴിയും. ആസിഫ് വെളിമണ്ണ അയാൾ എന്തില്ല രണ്ട് കൈയും ഇല്ല. ഒരു കാലം പൂർണ്ണമായിട്ടുണ്ട്, ഒരു കാലം ഭാഗ്യമായിട്ടുണ്ട്. പക്ഷെ അയാളുടെ കാര്യം എന്തറിയുമോ? അയാള് ലോക പെരിയാർ 42 പ്രാവശ്യം നീതി കടന്നതാണ്. പെരിയാർ 42 പ്രാവശ്യം നീതി കടന്ന ആളാണ് ആസിഫ് വെളിമണ്ണ എന്നുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് മേടിച്ചാണ്. അപ്പം 2 കൈകളില്ലാത്ത ആള് ഭിന്നശേഷിക്കാരനാണ്, വിഭിന്നശേഷിക്കാരനാണ്, പ്രത്യേകമായ ചില കഴിവുകൾ ഉള്ള ആളാണ്. 42 പ്രാവശ്യം പെരിയാർ നീതിയുണ്ട്. 2 കൈയും 2 കാലും എല്ലാം ബാഹ്യമായുള്ള ഈ സദസ്സിൽ ആരെങ്കിലും പെരിയാർ തൊഴിലുറപ്പുഴ പോലും തീർന്നില്ല, കാളിയാറുപാട് വട്ടം നീതി കടന്നിട്ടില്ല. അപ്പോഴാണ് ആസിഫ് വെളിമണ്ണ 42 പ്രാവശ്യം പെരിയാർ നീതി കടന്നത്. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? ഭിന്നശേഷിക്കാരല്ല, നിങ്ങൾ വിഭിന്നശേഷിക്കാരാണ്. 2025 സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയതിൽ ചാലക്കുടിക്കാരനായ സുധീർ മാഷുണ്ട്. 2 കണ്ണിന് കാഴ്ചയില്ല. അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം സംസ്ഥാന അവാർഡ് നേടി. അദ്ദേഹത്തിന് എന്തില്ല? 2 കണ്ണിന് കാഴ്ചയില്ലെന്നും വിഭിന്ന ശേഷി അദ്ദേഹത്തിന് അതിഭയങ്കരമായ ത്യാഗശേഷി, അതിഭയങ്കരമായ നേതൃത്വമാണ്. അകക്കണ്ണുകളെ കൊണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ +2 തലം വരെയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ, അധ്യാപകരെ, അനധ്യാപകരെ അവർക്ക് പിടിച്ചു നിർത്താൻ, അവരെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഇവരൊക്കെ നല്ലൊരു സംഘടനയാണ്. വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. എങ്കിലും ഞാൻ ഈ വേദിയിൽ വെച്ചിട്ട് ഇതിന്റെ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. എന്റെ സഹോദരങ്ങളുടെ വിവാഹം ഈ കേരള സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും നിന്നും, എല്ലാ ജില്ലകളിലും കമ്മിറ്റികളുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്, കോർഡിനേറ്റർ, എല്ലാ കാര്യങ്ങളുണ്ട്. എല്ലാ ഇതുപോലെ ഞാനും നിങ്ങളെ പോലെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് ഇടം വരെ എത്തിയത്. അതിന് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആ ഒരു തിളക്കവും സന്തോഷവും എന്റെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ കഴിവുകളെ, നമ്മുടെ കുറവുകളെ ഒരിക്കലും ഒരു കുറവായി കാണാതെ നമ്മുടെ ജീവിതത്തെ ശക്തമായി സന്തോഷത്തോടെ വളരെ കഠിനാധ്വാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതുപോലെ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന വധൂവരന്മാർക്ക് എന്റെ എല്ലാവിധ ഒരു നല്ല ഉയർന്ന കൈയോടുകൂടി നമ്മളെ ആദരവ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് ഈ നാട്ടിൽ നടക്കുന്നത്. അതുപോലെ യൂട്യൂബിൽ നടക്കുന്ന ആദ്യമായിട്ടാണ്. ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യുന്നത് വളരെ വൈകിപ്പോയ ഒരു തോന്നൽ നമ്മളാണ് എനിക്കുള്ളത്. ഒരിക്കലും ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും മടുത്തു എന്നറിയാം. രാവിലെ വളരെ ദൂരപ്രദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ആരെയും
കൂടുതൽ മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഒറ്റ വാക്കിൽ ഇതിന് അക്ഷീണം പ്രയത്നിച്ച ഈ സ്നേഹസൗന്ദര്യ ഫൗണ്ടേഷൻ്റെ പേരെടുത്ത് പറയുന്നത് നസീർ സാറ്, അങ്ങനെ എല്ലാവരും ഒത്തിരി ദിവസമായി അവരിതിനു വേണ്ടി വ്യാപാരമില്ല അധ്വാനിക്കുന്നു. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം, എങ്കിലും ഈ പ്രോഗ്രാം ഞങ്ങൾ ആവുന്ന വിധത്തിൽ സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇനിയും നിങ്ങളുടെ സാധനം പ്രതീക്ഷയോടുന്നു. എല്ലാവർക്കും നന്ദികൾ നേർന്നുകൊടുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. സ്വന്തം നാടായ മണ്ണപ്പുറത്ത് വന്നതിൽ ഞാൻ അധികം അഭിമാനിക്കുന്നു. ഞങ്ങളെ പോലെയുള്ള ഭിന്നശേഷിക്കാർക്ക് വധൂവരന്മാരെ കിട്ടുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിരുന്നു ഇത്. ഇതിൽ കുറേ പേര് എല്ലാ മംഗള ആശംസകളും. ഇനിയും ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാര് വിവാഹം ആലോചനകൾ വന്ന് അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഇതിന് നേതൃത്വം നൽകിയ സ്നേഹസാന്ത്വനം ഫൗണ്ടേഷനിലെ എല്ലാവർക്കും ഒരു സ്നേഹസാന്ത്വനം ചാരിറ്റി ട്രസ്റ്റിൻ്റെ ഭിന്നശേഷിക്കാർക്കുള്ള ഇണകളെ കണ്ടെത്തുന്ന സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 21 വിഭാഗം ഭിന്നശേഷിക്കാർക്കും അവരുടെ ജീവിത സ്വപ്നമായ വിവാഹം എന്ന കാര്യം യാഥാർത്ഥ്യമാകുന്നതിന് ഒരു പ്ലാറ്റ്ഫോം സംവിധാനം ഒരുക്കുകയാണ് സ്നേഹസാന്ത്വനം ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ബീന ജോർജ്, ആരിഫ മുഹമ്മദ് പോലുള്ള ആളുകളുടെ സജീവമായ പ്രവർത്തനവും ബഹുമാനപ്പെട്ട ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ റാണ സാറിൻ്റെയൊക്കെ സജീവമായ ഇടപെടൽ കൊണ്ട് നമുക്ക് വലിയ രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞു. നമ്മളുടെ പരിപാടി വൻ വിജയമായി. മാത്രവുമല്ല ഒരു 10ഓളം സെലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അനൗദ്യോഗികമായ സെലക്ഷനുകളാണ് ഉണ്ടായേക്കുന്നത്. അതിൻ്റെ മറ്റ് കുടുംബപരമായിട്ടുള്ള ചർച്ചകളൊക്കെ അതിനുശേഷം തീരുമാനിക്കും. എന്തായാലും ഇതിന് സൗകര്യങ്ങളൊക്കെ ചെയ്ത എല്ലാവർക്കും, ഇവിടെ വന്ന് പത്രക്കാർക്കും, ഇത് ഉദ്ഘാടനം ചെയ്ത അഭിവന്ദ്യനായ PJ ജോസഫ് സാറിനും ഒക്കെ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നതാണ്. ഞങ്ങൾ പ്രതീക്ഷയിലും ഭംഗിയാവാൻ വേണ്ടി ഈ നാട്ടിലെ ചില ആളുകളും ഞങ്ങളോട് സഹകരിച്ചു. പലരും അറിഞ്ഞു കേട്ട് ഇവിടെ എത്തി. കൊല്ലം ജില്ലയിൽ നിന്നും, പത്തനംതിട്ട ജില്ലയിൽ നിന്നും, കോട്ടയത്തു നിന്നും, ഇടുക്കിയുടെ പല പ്രദേശങ്ങളിൽ നിന്നും, മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയുടെ പല സ്ഥലങ്ങളിൽ നിന്നും, തൃശ്ശൂരിൽ നിന്നുമെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. തുടർന്നും ഞങ്ങൾ തൃശ്ശൂരിലും പാലക്കാടിലും കോട്ടയത്തും കൊല്ലത്തും ഘട്ടം ഘട്ടമായിട്ട് ഇത്തരം പ്രീ മാരേജ് മീറ്റുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ട എല്ലാവിധ പിന്തുണകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹസ്വാന്തന ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ 6ാമത് വിവാഹ സംഗമമാണ് നമ്പ്യാപറമ്പിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച്, വണ്ണപ്പുറത്ത് ഉള്ള നമ്പ്യാപറമ്പിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ മംഗളകരമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 295 വിവാഹങ്ങളോളം റെഡി ആയിട്ടുണ്ട് ഈ 6 സംഗമങ്ങൾ കൊണ്ട്. അതിൽ 198 നമ്മൾ വിവാഹം നടത്തി കൊടുക്കുകയുണ്ടായി. അതിൽ അവരുടെ വീട്ടുകാർ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളതിൽ പോയി പങ്കെടുക്കുകയും അവരുടെ ജീവിതത്തിലുടനീളം ഞങ്ങളിലെ ഒരു കൈത്താങ്ങ് അവർക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് 150ഓളം കുട്ടികളെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. 150ഓളം ഭിന്നശേഷിക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, പലതരം ഭിന്നശേഷിയുള്ളവർ. ഇവിടെ 10ഓളം വിവാഹങ്ങൾ റെഡി ആവുകയും ഇതിൽ 3 വിവാഹങ്ങൾക്ക് നമുക്ക് സ്പോൺസേഴ്സിനെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സഹായിച്ചത് ഈ നമ്പ്യാപറമ്പിൽ ബിൽഡിങ്ങിൻ്റെ ഓണർ റാണ സാറാണ്. റാണ സാറിന് പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഫുഡ് സ്പോൺസർ ചെയ്തത് വെറ്റി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വീരമണി നീലകണ്ഠ പ്രഭുവാണ്. വെറ്റി ഇവിടെ ഫുഡ് ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് വെറ്റി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വീരമണികണ്ഠ പ്രഭുവാണ്.
അയ്യോ അവൻ്റെ ഒരു പേര് വീരമണികണ്ഠ പ്രഭു. പാർട്ടിയുടെ പേര് വെച്ചൊന്നും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്കിവിടെ ഫുഡ് വീണ്ടുപോയി. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നതും സ്പോൺസർ ചെയ്തതും എന്നാ ആ ഗ്രൂപ്പിന്റെ പേരൊക്കെ എന്ന് പറഞ്ഞു വെറ്റി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആൾക്കാരാണ്. അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി ഈ പ്രോഗ്രാം വിജയത്തിലെത്തിച്ച ഒരുപാട് നന്മ മനസ്സുകളുണ്ട്. അവർക്കെല്ലാം ഈ വശത്തില് നല്ല മനസ്സിലുള്ള ആ ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയ ഒരുപാട് നല്ല മനസ്സുള്ള വ്യക്തികൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരെ സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത പ്രോഗ്രാമിൽ ഇതിലും വലിയ രീതിയിൽ നല്ല കെങ്കേമമായിട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവരുടെയും പിന്തുണ ഞങ്ങളെ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന്. ഞങ്ങളെ ഇതുവരെ ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഓക്കെ. സ്നേഹസ്പന്ദനം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി സംഘടനയാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ സംഘടനയുടെ വിശദാംശങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിവാഹ സംഗമങ്ങളാണ് നമ്മൾ നടത്തി കൊടുക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ജീവിതത്തിൽ അവർക്കൊരു വിവാഹം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നടപ്പില്ലാത്തതാണ്. ഓരോ രക്ഷകർത്താക്കൾ അതിനായിട്ട് മുൻഗണന കൊടുക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സംഘടന അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി ഞങ്ങൾ അത് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിച്ച് രജിസ്ട്രേഷൻ ചെയ്ത് അവിടെ നിന്ന് വരുന്ന കുട്ടികളെ ആണായാലും പെണ്ണായാലും അവിടെ വെച്ച് നമ്മുടെ വാളണ്ടിയറുടെ സഹായത്തോടു കൂടി നമ്മൾ അവർക്ക് ഒരു ഇണയെ നമ്മൾ കണ്ടെത്തി കൊടുക്കുകയാണ് ഇതുവരെ നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ഞങ്ങളുടെ 6ാമത്തെ സംഗമമാണ്. ഈ സംഗമത്തിലൂടെ നമ്മൾ 240 കുട്ടികൾക്ക് വിവാഹയോഗം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. 195 വിവാഹങ്ങൾ കഴിഞ്ഞുപോയി. ഇനി നമുക്ക് കുറച്ച് വിവാഹങ്ങളെ നമുക്കിനി നടക്കാനുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ഈ വിവാഹ സംഗമത്തിലും നമുക്ക് കുട്ടികൾ സെറ്റായിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും. നമ്മുടെ മുൻ മന്ത്രിയും MLA-യുമായ ജോസഫ് സാറ് വന്ന് ഉദ്ഘാടനം ചെയ്ത് ആ സെക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ കണ്ടെത്തിയിട്ട് അതൊന്ന് അനൗൺസ് ചെയ്യലാണ് നമ്മുടെ അടുത്ത പരിപാടി. എന്തായാലും ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന വീൽ ചെയർ അല്ലെ പഠനോപകരണങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു അതൊക്കെ നമ്മളുടെ സംഘടന വഴി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 7ാമത്തെ സംഗമം ഞങ്ങളുടെ ഒരു അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ 7ാമത്തെ സംഗമവും ഉണ്ടാകും. അതിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ഇനിയും വന്നെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനും കുറേയൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറ്റിയതിൽ സന്തോഷം. ഇത് സംഘടിപ്പിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. പരിപാടി നല്ലൊരു കാര്യമാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് വധുവരന്മാരെ തിരഞ്ഞെടുക്കൽ. ഒരുപാട് ഭിന്നശേഷിക്കാർ അകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വീട്ടുകാരൊന്നും പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു താല്പര്യമൊന്നുമില്ല. ഇങ്ങനെയെങ്കിലും അവരെ കല്യാണം കഴിച്ചു കൊണ്ടുപോകണം. അവരുടെ ഭർത്താക്കന്മാർ അവരെ പുറത്ത് കൊണ്ടുപോട്ടെ, അവരുടെ സന്തോഷം കിട്ടട്ടെ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിപാടി എല്ലാവരും എല്ലാവർക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു പ്രോഗ്രാമാണ് നടത്തുന്നത്. ഇത് നല്ലൊരു വിഷയമാണ് ഇങ്ങനെ നടത്തുന്നത്. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വന്നത്. എൻ്റെ ചേച്ചിയുടെ കൊച്ചിനായിട്ടാണ് ഞാൻ വന്നത്. നല്ല സന്തോഷമുണ്ട്. ഇത് നടത്തുന്ന എല്ലാവർക്കും. വണ്ണപ്പുറത്ത് വന്ന് ഇങ്ങനെ ഒരു സമൂഹത്തിൽ പങ്കെടുത്തതിൽ സന്തോഷമുണ്ട്. നല്ല കാര്യങ്ങളാണ്, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമാണ്. നന്ദിയുണ്ട്. അപ്പോൾ ഈ ചെറിയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനൊക്കെ ജഗദീശ്വരൻ തന്ന അനുഗ്രഹമായിട്ട് കരുതുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇവർക്കെല്ലാവർക്കും നല്ല മംഗളങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോ കാണാം. ബൈ.